ഭഗവാന്റെ അത് ഭഗവാൻ എന്ന് വെച്ചാൽ എല്ലാത്തിന്റെ അർത്ഥം. നമ്മളെല്ലാരും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്പലത്തിൽ പോയി ഭഗവാന് വഴിപാട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ശരിക്ക് നമുക്കത് അറിയാമോ? അത് ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടി ചോദിക്കാറ്. ഓരോരുത്തരും അവനവന്റെ ഡെഫിനിഷൻ ഉണ്ട്. ഭഗവാൻ എന്ന് വെച്ചാൽ ആരാ? ചിലർ പറയും എനിക്ക് മാതാപിതാക്കളെ ഭഗവാൻ, അല്ലെ? പിന്നെ ചില സന്യാസിമാർ സ്വയം തന്നെ ഭഗവാൻ എന്ന് പറയും. ഒരു സോക്കോൾഡ് സന്യാസി ഉണ്ടായിരുന്നു ഒരു 1980s. അദ്ദേഹത്തിന്റെ പേര് ഓഷോ എന്നായിരുന്നു. അദ്ദേഹം അപ്പൊ ഭഗവാൻ മന്ത്രിക്ക് മനുഷ്യന് ഭഗവാൻ സ്വയം പറയും. അപ്പൊ ശരിക്കും ഭഗവാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ നമ്മുടെ ഭഗവത്ഗീതയില് 2ാമത്തെ ചാപ്റ്റർ, നിങ്ങളുടെ ഭഗവത്ഗീത ഉണ്ടോ? എല്ലാവരുടെ വീട്ടില് ഉണ്ടോ? इस्कॉन भगवद्गीता दिखाओ, भगवद्गीता दिखाओ, दिखा दो, एक सैंपल दिखाओ. ഞങ്ങളുടെ ഫൗണ്ടർ ആചാര്യ ഡിവൈൻ ഗ്രേസ് ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് അമേരിക്കയിൽ പോയിരുന്നു. 60s ഒരു 50 വർഷം മുമ്പേ പോയിരുന്നു. അപ്പം അദ്ദേഹത്തിനോട് ഒരു മദാമ, ഒരു ഫോറിനർ, ഒരു സ്ത്രീ ചോദിച്ചു, സ്വാമിജി ഒരു നല്ല ഭഗവത്ഗീത റെക്കമെൻഡ് ചെയ്യാമോ? അപ്പം പ്രഭുപാദ് പറഞ്ഞു, ഈ ഭഗവത്ഗീത യഥാരൂപം ഇത് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ ചോദിച്ചു, മാർക്കറ്റിൽ ഒരുപാട് ഭഗവത്ഗീത ഉണ്ട്, ഇനി ഒന്നും കൂടെ എന്തിനാ പുതിയതായിട്ട്? ഓൾറെഡി കുറെ ഭഗവത്ഗീത ഉണ്ട് ഇല്ലേ? പല പല പബ്ലിക്കേഷന്റെ ഭഗവത്ഗീത ഉണ്ട്. ഇതെന്തിനാ നമ്മൾ ഇതിനെ ഒന്നും കൂടെ എന്തിനാ പബ്ലിഷ് ചെയ്തേനാ? അപ്പൊ ഇത് ഭഗവത്ഗീത യഥാരൂപം. ഭഗവാൻ ശ്രീകൃഷ്ണൻ 5000 കൊല്ലം മുമ്പേ അർജുനന് പറഞ്ഞ സെയിം ആസ് ഇറ്റ് ഈസ്, അതിലൊരു മാനവും ചേർക്കാതെ യഥാരൂപത്തില് കൊടുത്തിട്ടുണ്ട്. ചില ഭഗവത്ഗീത ഉള്ള മാർക്കറ്റില്, അതായത് ഈ അദ്വൈത ഫിലോസഫി അതിലൊക്കെ ഉള്ളത്, അവർ കൃഷ്ണനെ തന്നെ ഇല്ലെന്ന് പറയും. അവർ പറഞ്ഞതൊക്കെ സങ്കല്പിതമാ, സൈക്കോളജിക്കൽ, ഇങ്ങനെ ഒരു യുദ്ധമേ നടന്നിട്ടില്ല. അങ്ങനെയുണ്ട് ഭഗവത്ഗീത. കൃഷ്ണനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുള്ള ഭഗവത്ഗീത മാർക്കറ്റിലുണ്ട്. അപ്പൊ ഏതാ ശരിക്കുള്ള ഭഗവത്ഗീത? അപ്പൊ ഞങ്ങളുടെ ആചാര്യൻ അത് അങ്ങനത്തെ ഒരുപാട് ഭഗവത്ഗീതയെ മാറ്റി യഥാരൂപത്തിൽ ശ്രീകൃഷ്ണൻ എന്തോ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അഭിപ്രായമല്ല, ശ്രീകൃഷ്ണൻ പറഞ്ഞ അത് തന്നെ ഉള്ള ഭഗവത്ഗീത. അപ്പൊ ഈ ഭഗവത്ഗീതയിലെ 2ാമത്തെ ചാപ്റ്ററില് 2ാമത്തെ ശ്ലോകം നിങ്ങൾ വായിക്കാറുണ്ടോ? ഭഗവത്ഗീത വീട്ടിലുണ്ടല്ലേ? വായിച്ചിട്ടേ ഇല്ലേ? വായിച്ചിട്ടുണ്ടോ? തമിഴ് വായിച്ചിട്ടുണ്ട്. ഇത് ഇസ്കോണിന്റെ ആണോ? സ്കൂളിൽ വായിച്ചോ? അല്ല, എന്നും പറയുന്നത് എനിക്ക് ഭഗവത്ഗീത കയ്യില് വെച്ചാൽ തന്നെ അത്രയും പുണ്യം കിട്ടും. ഭഗവത്ഗീത കയ്യിലെടുത്താൽ തന്നെ അത്രയും പുണ്യം കിട്ടും. ഇത് തുറന്നിട്ട് ഒരു ശ്ലോകം, വൺ ശ്ലോകം വായിച്ചാൽ മതി, അത്രയ്ക്കുള്ള പുണ്യം കിട്ടും. അപ്പം നമുക്ക് ഒരു ശ്ലോകം വായിക്കാൻ എത്ര ടൈമാ വേണ്ടേ? കിട്ടുന്ന ടൈം ശ്ലോകം 3 minutes, 1 minute അല്ലേ? 2 minutes. അപ്പം ജസ്റ്റ് ദാറ്റ് മച്ച് യു ഹാവ് ടു ഡു, ദാറ്റ് മച്ച് പുണ്യം കിട്ടും. അപ്പൊ ഒരു പേജ് വായിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്. അപ്പൊ നമുക്ക് 24 മണിക്കൂർ 5 മിനിറ്റ് എല്ലാവരെയും സ്പെയർ ചെയ്യാൻ കാണല്ലേ? അത് ഹാബിറ്റാണ്. നമ്മൾ രാവിലെ എണീച്ച് ബ്രഷ് ചെയ്യുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് ഇല്ലേ? എത്ര ബിസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും രാവിലെ
ചെയ്യും, ബാത്റൂമിൽ പോകും, അതൊക്കെ ചെയ്യും, കഴിക്കും. നമ്മൾ എത്ര ബിസി ആണെങ്കിലും നമ്മൾ ആഹാരം മാറ്റി വെക്കില്ല അല്ലേ? ആഹാരത്തിന് ടൈം എടുക്കും, ഉറങ്ങാൻ നമുക്ക് ടൈം എടുക്കും. അപ്പം ഇതിൽ ഒരു ശ്ലോകം വായിച്ചാൽ അത്രയ്ക്ക് പുണ്യം കിട്ടും. അതല്ല, അപ്പൊ ഇതിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ വേഴ്സില് ഭഗവാൻ ഉവാച്ച് എന്ന് പറയും. അപ്പം മറ്റേതൊക്കെ അർജുനൻ ഉവാച്ച്, സഞ്ജയ് ഉവാച്ച്, ശ്രീകൃഷ്ണൻ പറയുമ്പോഴേ ഭഗവാൻ ഉവാച്ച്. അതെന്തുകൊണ്ടാ? ഭഗവാൻ എന്തിനാ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഭഗവാൻ എന്താണെന്നുള്ളത് ഡെഫിനിഷൻ. ഹൂ ഇസ് ഭഗവാൻ? അത് രണ്ടാമത്തെ ചാപ്റ്ററിൽ രണ്ടാമത്തെ ശ്ലോകത്തില് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഭഗവാൻ അല്ല. ഭഗവാൻ ആകേണ്ട ക്വാളിഫിക്കേഷൻ ഉണ്ട്. 6 സംഗതി വേണം. ഒരു വ്യക്തി ഭഗവാൻ എന്ന് പറയാൻ വേണ്ടി 6 ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? ഇത് ഗസ് ചെയ്യാം. എന്താ 6 ക്വാളിഫിക്കേഷൻ? ഇപ്പൊ നമ്മൾ ഒരാൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്തുവാ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ശരി തെറ്റല്ല, നമുക്ക് ഇഷ്ടമുള്ള ആൻസർ പറയാം. എന്തുവാ അതിന്റെ ഉദ്ദേശം ഭഗവാൻ എന്ന് വെച്ചാൽ? കാരണം നമ്മുടെ രാജ്യത്തില് 33 കോടി ദേവി ദേവതാക്കളുണ്ട്. 33 crore ദേവി ദേവത. അപ്പൊ നമ്മുടെ എല്ലാവരും ഭഗവാനാകാൻ പറ്റില്ല. ഒരു കമ്പനിയില് ഒരു CEO ഉണ്ട്, അതിൽ 2 മാനേജേഴ്സ് ഒരുപാടുണ്ട്. ജനറൽ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, ടോപ്പിലൊരാളേ ഉള്ളൂ, ഒരു പ്രസിഡന്റേ ഉള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒന്നേ ഉള്ളൂ. ഭഗവാന്റെ അണ്ടറിൽ ദേവി ദേവതാക്കളുണ്ട്. ഇപ്പൊ ഭഗവാൻ ആകണമെങ്കിൽ 6 ക്വാളിഫിക്കേഷൻ വേണം. നമ്പർ 1, അങ്ങേയറ്റം സൗന്ദര്യം. അതിനേക്കാൾ സൗന്ദര്യം ഇല്ല ലോകത്തെ. ഏറ്റവും അങ്ങേയറ്റം സൗന്ദര്യമുള്ള ആരോ, that is 1 qualification. സൗന്ദര്യം അങ്ങേയറ്റം. അപ്പൊ അതില് നമ്മുടെ ശ്രീകൃഷ്ണൻ അതിൽപ്പെടും. കാരണം എല്ലാ ശാസ്ത്രങ്ങളും കോടിക്കണക്കിന് കാമദേവന്മാരെക്കാളും സൗന്ദര്യമുണ്ട്. കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാതി പുരുഷം തമഹം വജാമി. ബ്രഹ്മസംഹിതയിലെ ബ്രഹ്മാവ് പറഞ്ഞിട്ട് കോടി കന്ദർപ്പം എന്ന് വെച്ചാൽ കാമദേവന്മാർ, കോടി കാമദേവന്മാരെക്കാളും സൗന്ദര്യമുള്ളതാ ശ്രീകൃഷ്ണൻ. ഒന്ന് സൗന്ദര്യം. രണ്ടാമത്തെ അങ്ങേയറ്റം ജ്ഞാനം, നോളജ്. അങ്ങേയറ്റം നോളജ് വേണം. അതിൽ കവിഞ്ഞ ആർക്കും നോളജ് ഇല്ല, അത്രയും നോളജ് വേണം. അത് നമ്പർ 2. മൂന്നാമത്തെ അങ്ങേയറ്റം സ്ട്രെങ്ത്, നമ്മുടെ ശക്തി. അതിലും ശക്തി വേറെ ആർക്കും ഇല്ല. എല്ലാം സൂപ്പർലേറ്റീവ് ആയിട്ട് അതിൽ കവിഞ്ഞ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അത്രയും ശക്തി വേണം. സൗന്ദര്യം, നോളജ്, ശക്തി. പിന്നെ അങ്ങേയറ്റം ഐശ്വര്യം, ഓപ്പുലൻസ്. ഈ മഹാവിഷ്ണുവിന്റെ പത്നി ആരാ? ലക്ഷ്മി. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ എല്ലാ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ലക്ഷ്മിയാണ്. ലക്ഷ്മി പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. അതുകൊണ്ട് ഈ ലോകത്തെ ഏറ്റവും എല്ലാവർക്കും പ്രിയമായിട്ടുള്ള ലക്ഷ്മിയാണ്. അപ്പൊ മഹാവിഷ്ണുവിന്റെ ലക്ഷ്മിയുടെ പിക്ചർ കണ്ടില്ലേ? മഹാവിഷ്ണു കിടക്കുമ്പോൾ ലക്ഷ്മി കാലിങ്ങനെ അമർത്തി കൊടുക്കുക, കാല് തിരിഞ്ഞു കൊടുക്കുക. അപ്പൊ ലക്ഷ്മി മഹാവിഷ്ണുവിനെ സെർവ് ചെയ്യുക, മഹാവിഷ്ണുവിന്റെ പത്നിയാണ്. അപ്പൊ മഹാവിഷ്ണുവിനേക്കാളും ആർക്കാ സമ്പത്തുള്ളത്? ഏറ്റവും സമ്പത്തിന്റെ ആരാ ഉള്ള? ലക്ഷ്മി മഹാവിഷ്ണുവിന്റെ അണ്ടറിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സമ്പത്ത്, പോപ്പുലൻസ്, അത് വേറെ ക്വാളിഫിക്കേഷൻ. സൗന്ദര്യം, നോളജ്, പോപ്പുലൻസ്, സ്ട്രെങ്ത്. പിന്നെ ഏറ്റവും കൂടുതൽ ഫെയിം, യശ്, നമ്മുടെ ഹിന്ദി പറയും യശ്, ഫെയിം. ഏറ്റവും കൂടുതൽ ഫെയിം. പിന്നെ 6ാമത്തെ ക്വാളിഫിക്കേഷൻ അങ്ങേയറ്റം വൈരാഗ്യം, ഡിറ്റാച്ച്മെന്റ്, റിനൗൺസിയേഷൻ. ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ ഈ ലോകത്ത് ഇതെല്ലാം ഉള്ള ഒരാള് ഡിറ്റാച്ച്മെന്റ് ആയി കാട്ടി പോകുമോ? ഇല്ല. നമുക്ക് ഈ ലോകത്ത് കുറെ പണക്കാര് അറിയാം, ബിൽ ഗേറ്റ്സ്, അംബാനിയുടെ പൈസ ഉണ്ട്.
എന്നുവെച്ചാൽ ഇവർക്ക് ഡിറ്റാച്ച്മെന്റ് ഉള്ളത് കാണുന്നില്ല, ഇവർക്ക് സൗന്ദര്യം വേണമെന്നില്ല. പക്ഷെ എല്ലാം തികഞ്ഞ ഈ ആ ക്വാളിഫിക്കേഷൻ തികഞ്ഞ ആർക്ക് അവരാ ഭഗവാൻ. അപ്പൊ നമ്മൾ എല്ലാവരും ഭഗവാൻ എന്ന് പറയാൻ പറ്റില്ല, ഭഗവാൻ ഒന്നേ ഉള്ളൂ. അപ്പം എല്ലാ കുറെ ഈ ബ്രഹ്മസംഹിതയില് നമ്മുടെ ഭാഗവത ശ്രീമദ് ഭാഗവതിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരാളെ അത് ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ, കൃഷ്ണൻ. അപ്പൊ അതിന്റെ വേഴ്സ് നമുക്ക് പറയാം. ഈ ബ്രഹ്മസംഹിതയിലെ ആദ്യത്തെ ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. ഈശ്വര പരമ കൃഷ്ണ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാ സുപ്രീം കൺട്രോളർ, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ആരാണ് ഈശ്വരൻ. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണകാരണം. ഈ ലോകത്തെ എന്തൊക്കെ സംഭവിക്കുന്നു അതിന്റെ എല്ലാം ബേസിക് കാരണം ആരാ? ശ്രീകൃഷ്ണൻ. ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിരിക്കുക. ഇത് നമ്മുടെ ഭാഗവത്തിൽ നോക്കിയാൽ അതിന് വേറെ ഇതുണ്ട്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഇത് നമ്മുടെ ഭാഗവത്തിലെ ഒരു വേഴ്സ, ഒന്നാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വേഴ്സ. അങ്ങനെ പല പത്മപുരാണം, അങ്ങനെ ഒരുപാട് പുരാണങ്ങളില് ഈശോപനിഷത്ത്, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്, എല്ലാ ഈ ലോകത്ത് കാണുന്ന എല്ലാ ഈശ്വരത്തെയാണ്. ഓക്കെ, അപ്പൊ ഈ ഭഗവാൻ പറഞ്ഞത് ശ്രീകൃഷ്ണനാണെന്നുള്ളത് ബിയോണ്ട് ഡൗട്ട് എല്ലാ ശാസ്ത്രങ്ങളും നമ്മൾ നോക്കി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഈശ്വരന്റെ 3 രൂപങ്ങളുണ്ട്. ഈശ്വരൻ എന്ന് വെച്ചാൽ 3 രൂപങ്ങളുണ്ട്. അതിന് ഉദാഹരണമായിട്ടാണ് സൂര്യനിലെ ആകാശത്ത് സൂര്യൻ. നമ്മൾ രാവിലെ എഴുതി നോക്കിയ സൂര്യന്റെ ആ ഡിസ്ക് കാണാം, ഓറഞ്ച് കളറില് അല്ലെ. പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ നല്ല വെയിൽ വരും. വെയിലത്ത് കുറച്ചുനേരം ഇരിക്കുമ്പോ ചൂട് തോന്നും. അപ്പൊ ഒരാൾ പറയാ ഈ ചൂട് വേറെയാ, ആ വെയിൽ വേറെയാ, വെളിച്ചം കിട്ടുന്ന വെയിൽ വേറെയാ, ആ ആകാശത്ത് കാണുന്ന റൗണ്ട് അത് വേറെയാ. അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ? അല്ല. അത് 3 ഒരേ സംഗതിയുടെ 3 ആസ്പെക്റ്റാണ്. സൂര്യന്റെ 3 ആസ്പെക്റ്റാ, വെയില്, ചൂട്, ആഗോളം എന്ന് പറയുന്ന പോലെ ഈ ഈശ്വരന്റെ 3 ആസ്പെക്ട് ഉണ്ട്. ഒന്ന് ബ്രഹ്മം. ആ ബ്രഹ്മത്തിന് ഒരു ആകാരമില്ല, നിരാകാരമായിട്ട് ബ്രഹ്മം. അത് നമ്മുടെ ഈ അല്ലാന്ന് പറയും, മുസ്ലിംസ് അല്ലാന്ന് പറയും. അവര് ഫോമിൽ വിശ്വസിക്കുന്നില്ല, ഫോംലെസ് ഗോഡ്, അല്ലാതെ ഫോം ഇല്ല അല്ലേ. ഈ ബുദ്ധിസ്റ്റുകാരും ഒരു ഫോമുള്ള ഒരു ആകൃതിയുള്ള ഇതല്ല, ഫോം ഇല്ലാത്ത അതാണ് വിശ്വസിക്കുന്നത് ബുദ്ധിസ്റ്റ്. അപ്പം അത് നമ്മുടെ ഈ വെയില് മാതിരിയുണ്ട്. കമ്പാരിസൺ ആസ് എൻ എക്സാമ്പിൾ. അത് തന്നെ അടുത്ത ആസ്പെക്ട് ഈശ്വരന്റെ പരമാത്മാ രൂപത്തിൽ എല്ലാത്തിന്റെയും ഉള്ളിലുണ്ട്. എല്ലാം, പട്ടി, പൂച്ച, മൃഗങ്ങള്, മനുഷ്യന്, എല്ലാത്തിലും പരമാത്മാ രൂപത്തില് ഈശ്വരനുണ്ട്. അത് രണ്ടാമത്തെ ആസ്പെക്റ്റാണ്. ഒന്ന് ബ്രഹ്മം, മറ്റേ പരമാത്മാവ്. അപ്പൊ ഇത് ബ്രഹ്മം അറിയുന്നത് അത് ഈ ജ്ഞാനയോഗികള് ഒരുപാട് ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രഹ്മത്തിന്റെ സ്റ്റേജ് വരെ നമുക്ക് മനസ്സിലാകും. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ യോഗികള് അഷ്ടാംഗ യോഗം ചെയ്തിട്ട് ധ്യാനം ചെയ്യുമ്പോൾ പരമാത്മ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സെക്കൻഡ് സ്റ്റേജ്. അത് കഴിഞ്ഞ് ഏറ്റവും ഹൈ സ്റ്റേജ് സാക്ഷാൽ ഭഗവാന്റെ രൂപം. അതായത് സൂര്യന്റെ ആ ഗോളം കാണുന്നതിന് ഭഗവാന്റെ രൂപമുണ്ട്. ചിലർ പറയും ഭഗവാന്റെ രൂപമില്ല, ഈ
ഇതുണ്ട്. ഈ മുഴുവൻ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ച ഭഗവാന് സ്വന്തമായിട്ടൊരു രൂപമില്ലെന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ രൂപമുണ്ട്. അത് സാക്ഷാൽ കൃഷ്ണന്റെ രൂപമാണ്. എന്നും നവയൗവനമായിട്ടിരിക്കുന്ന 16 വയസ്സുള്ള ആ രൂപമാണ് ഭഗവാന്റെ രൂപം. ആ രൂപം ആർക്ക് അറിയാൻ പറ്റുന്നത്? ഭക്തന്മാർക്ക്. ജ്ഞാനികൾക്ക് അത് അറിയില്ല, യോഗികൾക്ക് അറിയില്ല. ഭക്തന്മാർക്ക് മാത്രമേ ആ രൂപം അറിയാൻ കഴിയൂ. അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ സ്വയം പറയുന്നുണ്ട്. ഭക്യാ നാം അഭിജാനതി. ഭക്തന്മാർക്ക് എന്നെ അറിയാൻ കഴിയൂ. അത് ഏറ്റവും ഹയസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ്. ഭഗവാന്റെ രൂപം മനസ്സിലാവുന്നുണ്ടോ? ഭഗവാൻ എത്ര രൂപമുണ്ട്? 3 രൂപമുണ്ട്. ഏറ്റവും ലോവർ ഇതില് ബ്രഹ്മം, അത് കഴിഞ്ഞ് പരമാത്മാവ്, അത് കഴിഞ്ഞ് ഭഗവാൻ. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കണം. ഇനി ഭഗവത്ഗീതയില് മെയിനായിട്ട് 5 ടോപ്പിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീതയില് 18 അധ്യായമുണ്ട്. പിന്നെ 700 ശ്ലോകങ്ങളുണ്ട്. 700 ശ്ലോകം. മെയിനായിട്ട് 5 ടോപ്പിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഈശ്വരനായ ഫസ്റ്റ് ടോപ്പിക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ആരാ ഈശ്വരൻ, ഭഗവത്ഗീതയിലെ അതും ഉണ്ട്. രണ്ടാമത്തെ ഈ ജീവാത്മാവ്, അത് നമ്മളൊക്കെ ജീവാത്മാവ്. നമ്മളൊരിക്കലും ഈശ്വരനാകാൻ പറ്റില്ല. ചില ഈ ഇതിലെ ഫിലോസഫി പറയും നമ്മൾ കുറെ ധ്യാനിച്ചാൽ നമ്മളെ ഈശ്വരനായിട്ടാണ് ചേരും. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഈശ്വരൻ എപ്പോഴും ഈശ്വരനാണ്, നമ്മളാണ്. നമ്മുടെ സമ്പന്നോ നമുക്ക് റിലേഷൻ ചെയ്യാം ഭഗവാനോട്, പക്ഷെ നമുക്ക് ഭഗവാനാകാൻ പറ്റില്ല. അപ്പൊ ഭഗവത്ഗീതയിലെ ഈശ്വരൻ ആരാ, ജീവ ആരാ, പിന്നെ പ്രകൃതി, നമ്മൾ ഈ കാണുന്ന പ്രകൃതി എന്താ ഇല്ലേ, ഈ ഭൗതിക പ്രകൃതി അതെന്താ. നാലാമത്തെ കാലം എന്ന് വെച്ചാല് എന്താ അർത്ഥം? സമയം. അതിന് കാലം സമയം എന്ന് പറയാൻ കാലത്തിന് മൃത്യു എന്നുള്ള അർത്ഥമാണ്. കാലം എന്ന് പറയുന്നത് സമയം. അത് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം സംസ്കൃതത്തില് മൃത്യുവിനും സമയത്തിനും ഒഴിവുള്ള കാലം. അപ്പം 4ാമത്തെ ടോപ്പിക് ഭഗവത്ഗീതയിലെ കാലം, ടൈം ഫാക്ടർ. 5ാമത്തെ ടോപ്പിക് കർമ്മ. ഈ 4 ടോപ്പിക്കും പെർമനന്റ് ആണ്. ഈശ്വരൻ, ജീവൻ, കാലം ആൻഡ് പ്രകൃതി. അത് മുഴുവൻ സ്ഥിരമുള്ളതാ. ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ കർമ്മം. ഈ കർമ്മം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആ. ശരിക്കും കർമ്മം എന്ന് പറഞ്ഞാൽ പല മീനിങ് ഉണ്ട്. ഒരു മീനിങ് കർമ്മം എന്ന് പറഞ്ഞാൽ ആക്ഷൻ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു, അതൊരു കർമ്മമാണ്. ദാറ്റ് ഇസ് ആക്ഷൻ. ദാറ്റ് ഇസ് വൺ മീനിങ്. സെക്കൻഡ് മീനിങ് കർമ്മ മീൻസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. നമ്മൾ ഒരു കാര്യം ചെയ്താൽ അതിന്റെ റിയാക്ഷൻ. ഇപ്പൊ ചൂടുവെള്ളത്തിൽ കൈയിട്ടാൽ കൈ പൊട്ടും, അതും കർമ്മമാണ്. ആക്ഷൻ, റിയാക്ഷൻ. ദാറ്റ് ഇസ് ഓൾസോ കർമ്മ. തേർഡ് മീനിങ് ഓഫ് കർമ്മ ഇസ് ദ ചെയിൻ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നത് നമ്മുടെ മുമ്പിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ്, അല്ലേ? കാരണം നമ്മൾ എവിടെ ജയിക്കുന്നത് നമുക്കതിന് ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇന്നലെ ജയിക്കും നമുക്കറിയില്ല. നമ്മളെ ഇങ്ങോട്ട് ഇട്ടു, പ്രകൃതി ഇങ്ങോട്ട് ഇട്ടു. ഏതെങ്കിലും ഒരു ഫാമിലിയില് ഏതെങ്കിലും ഒരു അമ്മയും അച്ഛന്റെയും മകളോ മകനോ ആയിട്ട് ജനിക്കും. നമ്മുടെ ഛായ, നമ്മുടെ ഫേസ് എങ്ങനെയാണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏത് കൺട്രി ജനിക്കും അത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ്. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് നമ്മുടെ ഒരു ജോലിയിലേക്കാണ് വരും. അതിന് നമുക്ക് യാതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. വി ആർ ഹെൽപ്ലെസ്. നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളൊക്കെ അമ്പാനിയെ പറ്റി ജനിച്ചേനെ. ഡിസൈഡ് ദാറ്റ്. ഏത് കൺട്രിയിലാണ് ജനിക്കേണ്ടത് അത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ
decide where we are born, in which family, അല്ലേ? നമ്മുടെ ചായ എങ്ങനെയായിരിക്കും? അപ്പൊ എല്ലാവരും അശ്വതിയായ ചായ അതൊന്നും നമ്മുടെ കയ്യിലല്ല. ഇറ്റ് ഈസ് ഓൾ പ്രീ ഡിറ്റർമിൻഡ്. അപ്പം നമ്മുടെ കയ്യില് വി ആർ കൺട്രോൾഡ്. നമ്മുടെ കയ്യിൽ ഒരു കാര്യം മാത്രം നമ്മുടെ കയ്യിലുള്ളൂ, കർമ്മ. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലല്ല. നമ്മുടെ ഒരു കാര്യം മാത്രമേ കർമ്മ. കർമ്മം തന്നെ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രീവിയസ് ബാക്ക്ലോഗ്, പണ്ട് ചെയ്ത കർമ്മത്തിന്റെ ഇപ്പോഴും നമ്മളെ നല്ലതോ ചീത്തയോ അനുഭവിക്കുന്നത്. സോ വി ഹാവ് എ കൺട്രോൾ ഓവർ കർമ്മ റൈറ്റ് നൗ. വാട്ട് യു ആർ ഗോയിങ് ടു ഡു. ഇതൊക്കെ മനസ്സിലായിരുന്നു. നമുക്ക് ഇപ്പോഴത്തെ ദിവസം നമുക്കത് കൺട്രോൾ ചെയ്യാം. ഇനിയിപ്പോ നല്ലത് ചെയ്യും, ആരെയും ദുഃഖിക്കല്ല. So we can control that. ഇതിന് മുമ്പ് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനിപ്പോ അനുഭവിച്ചാണ് തീർക്കുക. സോ കർമ്മ അത് പെട്ട് ടോപ്പിക് ഭഗവത്ഗീതയില്. അപ്പം അപ്പൊ ജസ്റ്റ് ബ്രീഫായിട്ട് എല്ലാവരും ഭഗവത്ഗീത വായിക്കുക. ജസ്റ്റ് വൺ ശ്ലോക അല്ലെങ്കിൽ വൺ പേജ് എവറി ഡേ. അത് നിങ്ങളുടെ ഇല്ലത്തില് ഇവിടെ ഉണ്ട്. ഇസ്കോണിൽ ഭഗവത്ഗീത ഉണ്ട്. ഭഗവത്ഗീത വാങ്ങുകയാണെങ്കിൽ ഇത് വാങ്ങണം. അല്ലെങ്കിൽ പിന്നെ വേറെ ഭഗവത്ഗീത വായിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ചില ഭഗവത്ഗീതയിൽ കൃഷ്ണൻ തന്നെ ഇല്ലാത്ത ഭഗവത്ഗീതയുണ്ട്. അത് വായിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഭഗവത്ഗീത വായിക്കാനിപ്പോ ഡോക്ടർ പറഞ്ഞ മെഡിസിന്, ഡോക്ടർ മെഡിസിൻ കുറിച്ചാണ് അവർ പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് കഴിക്കണം. നമ്മൾ തോന്നിയ പോലെ കഴിക്കാൻ പറ്റില്ല. അതുപോലെ ഭഗവത്ഗീത കൃഷ്ണൻ പറഞ്ഞതല്ല, അത് കൃഷ്ണൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം. So please get a copy of Bhagavad Gita and try to read it every day. Alone na Hare Krishna.